അന്ന് യാദർശികമായി കണ്ട് പരിചയപ്പെട്ടല്ലാതെ അവരെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല, പയ്യനെക്കുറിച്ചും അറിയില്ല. അതൊക്കെ അന്വേഷിക്കാതെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാല് അവര് വന്ന് പെണ്ണ് കണ്ടാൽ ഉടനെ നമ്മൾ കല്യാണമൊന്നും നടത്താൻ പോകുന്നില്ലല്ലോ. അവര് വരട്ടെ, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അവരെല്ലാവരെയും നേരിട്ട് കാണാം. ഇങ്ങനെയൊക്കെയല്ലേ വിവാഹാലോചനകൾ വരുന്നതും ബന്ധങ്ങൾ ഉണ്ടാവുന്നതും. അതൊക്കെ ശരിയാണ്. എന്നാലും അമ്മയോടും വിദ്യയോടും ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനം വേണ്ട. ഇതൊക്കെ ഭഗവാനായിട്ട് കൊണ്ടുതരുന്ന അവസരങ്ങളാ. ആ സമയത്ത് നമ്മൾ മടി കാണിച്ച വേറെ വല്ലവരും പയ്യനെ കൊത്തിക്കൊണ്ട് പോവും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാൻ തന്നെ. താൻ ബഹളം വെക്കാതെ. ഞാൻ അവരോട് വിളിക്കാന്ന് തന്നെയല്ലേ പറഞ്ഞേ? താൻ കേട്ടല്ലേ? കേട്ടു. അതുകൊണ്ടാ പറഞ്ഞത് ഇനി താമസിപ്പിക്കണ്ടെന്ന്. പഠിത്തം കഴിയാതെ വിദ്യ പെണ്ണ് കാണലൊന്നും സമ്മതിച്ചില്ലെങ്കിലോ വെറുതെ വീട്ടിൽ വഴക്കുണ്ടാവില്ലേ? അതെ, നമ്മൾ അവളുടെ അച്ഛനും അമ്മയാ. നമ്മൾ പറയുന്നത് അവൾ അനുസരിക്കണം. ഹേയ്, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. വേറൊന്നും അല്ലല്ലോ പറയുന്നത്. ഒന്ന് പെണ്ണ് കണ്ട് ഉറപ്പിച്ചു വെച്ചാൽ മാത്രം പോരെ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. മനസ്സിലായി. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തീരുമാനിക്കാം. ഹലോ. അതെ, എനിക്ക് മനസ്സിലായി. ആഫ്റ്റർ എ ലോങ് ടൈം ആണല്ലോ ഒരു കോള്. ആണോ? കേരളത്തിലേക്ക് വരുന്നോ? ഓക്കെ, നൈസ്. മെയിൽ എനിക്ക് അയച്ചിട്ടുണ്ടോ? ഞാൻ ചെക്ക് ചെയ്യാം. ഉറപ്പായിട്ടും. ഇതിപ്പോ എൻ്റെ ആവശ്യമല്ലേ. പിന്നെ ദേവ ബിൽഡേഴ്സിൻ്റെ ടൈറ്റിലൊന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതെ, പാർട്ടീഷൻ കഴിഞ്ഞു. ശരി, ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊട്ടേഷൻ ഇടാം. ശരി, ഓക്കെ, ബൈ. എടോ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ ആദർശേട്ടാ? കേരളത്തിലൊരു IT കമ്പനി വരുന്നു. വലിയ കമ്പനിയാണ്. പല രാജ്യങ്ങളിലും അവർക്ക് ബിസിനസ് ഉണ്ട്. ഇവിടുത്തെ ഇൻചാർജ് എൻ്റെ ഒരു പഴയ സുഹൃത്താ. അയാൾ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. മെയിലും വന്നിട്ടുണ്ട്. നമ്മള് IT ബിസിനസ്സിലേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ കൺസ്ട്രക്ഷൻ തന്നെയാണ് നോക്കുന്നത്. IT കമ്പനി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി അവരുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെയാണ് ഓഫീസ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ബിൽഡിംഗ് റെഡിയാക്കി നൽകിയാൽ മാത്രം മതി. ഇവിടെയുള്ള എല്ലാ കമ്പനികളിൽ നിന്നും അവർ കൊട്ടേഷൻ ക്ഷണിക്കും. പക്ഷേ ഇവിടുത്തെ ഇൻചാർജ് പരിചയമുള്ള ആളായതുകൊണ്ട് വർക്ക് നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പ്രോജക്റ്റ് ഇതായിരിക്കും. താനെന്താടോ ഒരു അഭിപ്രായം പറയാതെ ഒരു ചിരിയിൽ ഒതുക്കിയത്? വളരെ നല്ലൊരു ഓഫർ വന്ന കാര്യമല്ലേ ആദർശേട്ടൻ പറഞ്ഞത്? അത് കിട്ടിയ ഭാഗ്യ. പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ ആദർശേട്ടനുള്ള അറിവോ പരിചയമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആദർശേട്ടന് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാം. എല്ലാത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് താൻ കരുതണ്ട. ഇപ്പം മീര കമ്പനിയിലെ സ്റ്റാഫല്ല, കമ്പനിയുടെ ഓണറാ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും താൻ അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം ഉണ്ടാവണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതിന് ഒരു കുഴപ്പമില്ല ആദർശേട്ടാ. അത് പോരല്ലോ, അറിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ പഠിക്കാനും തയ്യാറാവണം. ശരി, ആദർശേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. താൻ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുവെന്നും ഞാൻ പറയുന്ന പോലെ കേൾക്കാമെന്നും എല്ലാം പറഞ്ഞിട്ട് മുഖത്തെന്തോ ഒരു ടെൻഷൻ പോലെ. തൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. അത് എന്താടോ? എന്താണെങ്കിലും പറ. ഞാൻ അഭിചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ടാ. അഭിക്കെന്താ പ്രശ്നം? അമ്മ നമുക്ക് കേരളത്തിന് പുറത്തുള്ള പ്രൊജക്റ്റുകളാണ് തന്നത്. അഭിചേച്ചിക്ക് കേരളത്തിൽ മാത്രമുള്ള പ്രൊജക്റ്റുകളും കൊടുത്തു. അപ്പോ നമ്മളിനി കേരളത്തിലുള്ള പ്രൊജക്റ്റുകൾ എടുത്താൽ അഭിചേച്ചിക്ക് അതൊരു പ്രശ്നമാവോ? അങ്ങനെ പ്രശ്നമായാൽ ശരിയാവില്ലല്ലോ.
അത് മാത്രമല്ല, കമ്പനി രണ്ടാക്കുന്ന സമയത്ത് ആ രീതിയിൽ ഒരു എഗ്രിമെന്റും വാക്കാലെയോ അല്ലാതെയോ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ താൻ ഇതിനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അഭിചേച്ചി എന്തിനൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മീരി ഇനി എന്തൊക്കെ ചെയ്താലും അഭി വഴക്കുണ്ടാക്കും. അത് അഭിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. താൻ അതോർത്ത് വഴക്കൊഴിവാക്കാൻ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവൻ ഓരോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അഭിയുടെ വഴക്കൊഴിവാക്കാൻ വേണ്ടിയല്ലേ ഈ വീതം വെപ്പ് തന്നെ നടത്തിയത്. അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നെന്ന് സത്യം പറഞ്ഞ് എനിക്കിപ്പോഴും അറിയില്ല. എന്നിട്ട് ഞാൻ ഇതിനെല്ലാം സമ്മതിച്ചത് താൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഏറ്റവും വലുത് മനസമാധാനമാണല്ലോ എന്ന് ഓർത്ത് മാത്രമാണ്. എന്നാലും അഭി ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം അത് ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. അഭി ആവശ്യപ്പെട്ടതെല്ലാം നമ്മൾ കൊടുത്തല്ലോ. പിന്നെ എന്തിനാണ് അഭി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് താനൊന്ന് ചോദിച്ചു ഇല്ലേ? അങ്ങനെ പറഞ്ഞ താൻ തന്നെ ഇപ്പൊ ടെൻഷനാവുന്നെന്ന് പറഞ്ഞാ എന്താടോ ചെയ്യാ? ആദർശേട്ടാ, ഞാൻ വെറുതെ അങ്ങനെ ആലോചിച്ചപ്പോ ഒരു ടെൻഷൻ മനസ്സിൽ വന്നേ ഉള്ളൂ. അല്ലാതെ അഭിചേച്ചി അതിനെക്കുറിച്ച് വഴക്കുണ്ടാക്കുന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. എങ്കിൽ താൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഇനി ടെൻഷൻ ആവണ്ട. അഭിരാമി വഴക്കുണ്ടാക്കാൻ വന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ സമാധാനമായിട്ടിരിക്കെ. താന്തി ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്ക്. അവർക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ സാധിക്കും. ഞാൻ എന്തെങ്കിലും വിട്ടുപോയാൽ തനിക്ക് ഓർമ്മിപ്പിക്കാനും പറ്റും. തിരുവഴിയുടെ വരവും പാർത്തു പാർത്തു ഞാൻ തിരുവടിയെയും ധ്യാനിച്ചു വന്നു. ശ്രീപദം കണ്ടു കൊള്ളുവാൻ മാർഗത്തിന് താപസമാർക്കു പോലും. ആ അഭിരാമി, നീ എങ്ങോട്ടാ ഇത്ര രാവിലെ? ഞാൻ ഓഫീസിലേക്ക് ആന്റി. ഇത്ര രാവിലെയോ? അതെന്താ പതിവില്ലാതെ? നീ സാധാരണ വൈകിയല്ലേ പോകാറ്? അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ഇനി മുതൽ അങ്ങനെ ആവില്ല. ഇപ്പൊ കമ്പനി എന്റെ പേരിലായ സ്ഥിതിക്ക് ഇനി എന്റേതായ പല കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ട്. നീ നോക്കിയാലും ആദർശ് നോക്കിയാലും എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ അഭി. അങ്ങനെയല്ല ആന്റി. ഇതുവരെ ആദർശ് നടത്തിയത് ഏകാധിപത്യമാണ്. അവന്റെ തീരുമാനങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളുമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവൻ ചെയ്ത പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. എന്നിട്ടും എനിക്കെല്ലാം മിണ്ടാതെ സഹിക്കേണ്ടി വന്നു. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. ആദർശ് ചെയ്തതിലും ഭംഗിയായി തന്നെ കമ്പനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. നിന്റെ ഈ വാശി നല്ലതാ. അത് പക്ഷേ ആദർശിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാവരുത്. മറിച്ച് കമ്പനിയുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ആയിരിക്കണം. എനിക്കാരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ആരുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. പ്രത്യേകിച്ച് മീരയുടെ ആദർശിന്റെ മുന്നിൽ. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും എനിക്ക് യാതൊരു മടിയുമില്ല. അഭി, എല്ലാ കാര്യത്തിലും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് കൂടപ്പിറപ്പുകൾ. ഞാനും നിങ്ങളുടെ അച്ഛനും തമ്മിൽ അവന്റെ മരണം വരെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. അത് ശരിയാ. അതൊരിക്കലും ആന്റിയുടെ മാത്രം കഴിവായിരുന്നില്ലല്ലോ. അച്ഛന്റെയും അമ്മയുടെയും പെരുമാറ്റം കൊണ്ട് കൂടിയായിരുന്നില്ലേ. നിർഭാഗ്യവശാൽ എന്റെ ആങ്ങളയ്ക്ക് അവന്റെ ഭാര്യയ്ക്കും എന്നോട് യാതൊരു സ്നേഹവും ബഹുമാനവും ഇല്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഒരിക്കലും അല്ല ആന്റി. എനിക്കറിവായ നാളു മുതൽ എന്റെ അമ്മയോ അച്ഛനോ ആന്റിയോട് എതിർത്ത് ഒരു വാക്ക് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഒരു ചേച്ചി എന്ന ബഹുമാനവും സ്നേഹവും തന്നു തന്നെയല്ലേ അവർ ആന്റിയോട് സംസാരിക്കാറ്. പക്ഷേ ആദർശ് മീരയും അവരെക്കാൾ മൂത്ത ആളാണ് ഞാനെന്ന പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല. സ്നേഹവും ബഹുമാനവും പിടിച്ചു മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാ. അത് മറക്കണ്ട. എനിക്കാരുടെ സ്നേഹവും വേണ്ട, ബഹുമാനവും വേണ്ട. ഇതൊക്കെ സംസാരിച്ച് നിൽക്കാൻ സമയവുമില്ല. ഞാൻ പോവാ. ഭക്ഷണം കഴിച്ചിട്ട് പോ. വേണ്ട ആന്റി, ഇപ്പൊ തന്നെ വൈകി. ശരി.
അബി ഓഫീസിലേക്ക് പോയോ? ഭക്ഷണം പോലും കഴിക്കാതെ അബി പോയത്. കമ്പനി കാര്യങ്ങളിൽ അവക്ക് എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. ആ, എല്ലാം നന്നായി വന്നാ മതിയായിരുന്നു. അബി കാട്ടിക്കൂട്ടുന്നതൊന്നും കമ്പനി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവളുടെ ലക്ഷ്യം ആദർശിനെ തോൽപ്പിക്കുക എന്നത് മാത്രമാ. നമുക്ക് പറയാനല്ലേ പറ്റൂ ചേച്ചി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രണ്ടുപേരോട് ഞാൻ സംസാരിച്ചു. ഇനിയെല്ലാം അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എടുത്തു ചാടി വല്ല അബദ്ധത്തിലും ചെന്ന് വീഴുവോന്ന എന്റെ പേടി. കമ്പനി കാര്യങ്ങളെക്കുറിച്ച് അബിക്ക് കാര്യമായ ഒരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ കമ്പനിയെല്ലാം നഷ്ടപ്പെടും. എനിക്കിനി ഒന്നിനും വയ്യ ചേച്ചി. ഇനിയൊക്കെ അബിയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നഷ്ടം വന്നാൽ അവള് തന്നെ സഹിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞിട്ട് മാധവി എന്താ കാര്യം? അബിക്ക് ദോഷം വന്നാലും ആദർശിന് ദോഷം വന്നാലും രണ്ടും ഒരുപോലെയല്ലേ? അതൊക്കെ ശരിയാ. എന്ന് കരുതി ഇനിയുള്ള കാലം മക്കളെ ഓർത്ത് ഉരുകി തീരാൻ പറ്റുമോ? മടിയിലെടുത്തു വെച്ച് സമാധാനിപ്പിക്കാനും അടക്കിയിരുത്താനും കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ. അബിക്കും ഒരു ഭർത്താവും കുടുംബമുണ്ട്. രണ്ടാളും എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്റെ ദേവേട്ടന്റെ കഷ്ടപ്പാടും സ്വപ്നവുമാ ആ കമ്പനി. അത് നശിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല മാധവി. എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി ചേച്ചി. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിസ്സഹായയാ. എല്ലാവർക്കും അവരവരുടെ വാശിയാണല്ലോ പ്രധാനം. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. പക്ഷേ സ്വന്തം മക്കളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ തോറ്റുപോകുക തന്നെ ചെയ്യും. ഇനിയുള്ള എന്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം. ഇന്നുവരെ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. എന്റെ മക്കൾക്കിടയിലെ അകലം കൊണ്ടുണ്ടായ വേദനയെക്കാളും വരില്ല എനിക്ക് മറ്റെന്തും. മാധവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഈശ്വര നിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുക. നല്ല കാര്യങ്ങൾ സംഭവിക്കാനായി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ കലിയുഗത്തിൽ ഭക്തിയും പ്രാർത്ഥനയും മാത്രമേ നമുക്കൊരാശ്രയമായിട്ടുള്ളൂ. ഭഗവാനെ രക്ഷിക്കണേ. അമ്മേ, ആ, മരുന്ന് കഴിച്ചായിരുന്നോ? കഴിച്ചു മോനെ. ശരി. മോനെ, നീ മീരയെ വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ലമ്മേ. ആദർശിന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുക. അതിനിടയിൽ നമ്മളെ വിളിച്ച് എന്ത് പറയാനാ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആദർശിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങൾ പറയുന്നേ? അങ്ങനെ കരുതി മീരമോളുടെ മിണ്ടാതെയും പറയാതെ ഇരിക്കരുത്. നമ്മളെപ്പോഴും മീരമോൾക്കൊപ്പം ഉണ്ടാവണമെന്ന് അവൾക്ക് തോന്നണം. അതൊക്കെ മീരയ്ക്ക് അറിയാം. ഒരാവശ്യം വന്നാൽ നമ്മളെല്ലാവരും മീരയ്ക്കൊപ്പം നിൽക്കുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. മോനെ, മീരയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടോന്ന് പോലും അറിയില്ല. അല്ല, നിങ്ങൾ ആ വഴിക്കൊക്കെ പോവുകയോ നോക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഭഗവാനെ മറന്ന് നമുക്കൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല മോനെ. നീ ഇവിടെ ഇരുന്നേ. ഇരിക്കെ. എന്താ അമ്മേ? മീരമോൾക്ക് ആ വിഗ്രഹം തിരിച്ചു കിട്ടിയതിനു ശേഷമാ എല്ലാ കുടുംബങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടായതും ഐശ്വര്യം വന്നതും. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രമാ. ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണെങ്കിലും നമ്മളിൽ ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടസ്സമില്ലാതെ ഉണ്ടാവൂ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടക്കുകയും ടെൻഷനും മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിൽ കുഴപ്പങ്ങളില്ലാതിരിക്കുകയും ചെയ്താ പതിയെ പതിയെ
നമ്മൾ ഈശ്വരനെ പോലും മറന്നുപോകും. അങ്ങനെ ഒരു മനുഷ്യർക്കും ജീവിതം ഉണ്ടാവില്ലല്ലോ അമ്മേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അതെ, അത് ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ എന്തു വന്നാലും അതിനെ നേരിടാൻ വേണ്ടി ഒരു യഥാർത്ഥ ഭക്തന് വളരെ എളുപ്പമാണ്. ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാനിപ്പോ ഇതൊക്കെ വീണ്ടും പറയുന്ന എന്തിനാന്ന് വെച്ചാ വിശാലിന്റെയും വിദ്യയുടെയും കാര്യം ഓർത്തിട്ടാ. അവര് പുതിയ തലമുറയാ. അവരെ ഈ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനും നമ്മുടെ കാലശേഷം ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ തുടർന്നുകൊണ്ടു പോവാനും നമ്മൾ വേണം അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ. വിദ്യയും വിശാലും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരല്ല. പക്ഷെ മീരയോളം വിശ്വാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത തലമുറയിൽ ഇതെല്ലാം നോക്കാൻ മീര ഉണ്ടല്ലോ അമ്മേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. മീരമോളെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ വിശാലും വിദ്യയും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത് അത് അവരുടെ നന്മയ്ക്കൂടി വേണ്ടിയിട്ടാ. മനസ്സിലായി അമ്മേ. വിശാല് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഇടയ്ക്കൊക്കെ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറയണം. വിദ്യമോൾ ഇവിടെ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ വിദ്യയോടും ക്ഷേത്രത്തിൽ ചെല്ലാൻ പറയണം. മീരയെ സഹായിക്കാനും പറയണം. പറയാമേ. മോനും പറ്റുമ്പോഴൊക്കെ അവർക്കൊപ്പം ചെല്ലണം. നമ്മളറിയാതെ പല ദോഷങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അതെല്ലാം നമുക്ക് കേൾക്കാതെ നമ്മളെ രക്ഷിക്കുന്നത് ഈശ്വരനാ. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ പറഞ്ഞത് ശരിയാ. ഈയിടെയായിട്ട് നമ്മൾ കുറച്ച് ഉഴപ്പാ. കുടുംബക്ഷേത്രം കൃഷ്ണപുരത്തായിപ്പോയതിൻ്റെ ഒരു തടസ്സമുണ്ട്. അവിടേക്ക് നമ്മൾ ചെല്ലണ്ടേ? കുടുംബക്ഷേത്രം എന്നും കൃഷ്ണപുരത്ത് തന്നെയായിരുന്നു. നമ്മളാണ് പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചവര്. അതെ, എന്നാലും ആ പ്രോപ്പർട്ടി നമ്മുടെ ആയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാനും അവിടെ നിൽക്കാനും ഒക്കെ മടിയുണ്ടാവില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട മനോജെ. ആ സ്ഥലം അവര് നമ്മളെ ഉൾപ്പെടുത്തി ട്രസ്റ്റ് ആക്കി തന്നത് ആ സ്ഥലം നമ്മുടേതാന്നുകൂടി ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിയാ. എല്ലാം അത്തരം ഒരു താൽക്കാലികമായ തോന്നൽ മാത്രമാണ്. അവിടെയുള്ളതെല്ലാം ഈശ്വരൻ മാത്രമാണ്. നമ്മളും ആ ഭഗവാന്റെ ഭാഗം തന്നെയാ. അതുകൊണ്ട് അത്തരം ചിന്തയൊന്നും വേണ്ട. ശരി അമ്മേ, പറ്റുമ്പോഴൊക്കെ കൃഷ്ണപുരത്ത് പോവാം. വിദ്യയോടും അവിടെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാനും പറയാം മോനെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ. മോനെ, നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? വേണ്ടമ്മേ. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ഇവിടെ ഇരുന്നതാ. എനിക്കറിയാം, നിന്റെ മനസ്സിൽ ജോലിയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനല്ലേ? ജോലിയുടെ കാര്യത്തിൽ എന്തിനാ ടെൻഷൻ? അല്ല, നിന്റെ പേര് പറഞ്ഞല്ലേ ആദർശിന്റെ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആ അഭിരാമി ഇത്രയ്ക്ക് വഴക്കുണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം നിന്നെ അവിടെ ജോലിക്ക് കയറ്റിയതല്ലേ? അത് ശരിയാ. എനിക്ക് ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. അത് അങ്ങനെ വിഷമിക്കാൻ മാത്രമൊന്നുമില്ല. ആ കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അഭിരാമി പ്രശ്നം ഉണ്ടാക്കിയനെ. അവളുടെ ലക്ഷ്യം സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് നേടിയെടുക്കുക എന്നതായിരുന്നല്ലോ. പക്ഷേ മീരയ്ക്കും ആദർശേട്ടനും കമ്പനി രണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. യോജിച്ചു പോവാൻ സാധിക്കില്ലെങ്കിൽ പിരിയുന്നത് തന്നെയാ നല്ലത്. എങ്ങനെയൊക്കെ ഏച്ചു കെട്ടിയാലും അത് മുഴച്ചു തന്നെ ഇരിക്കും. എന്റെ പേടി അതൊന്നുമല്ല. നീ ചെന്ന് കയറിയ ഉടനെ കമ്പനി രണ്ടായതുകൊണ്ട് സംഭവിച്ചതെല്ലാം നിന്റെ ഭാഗ്യക്കേടാണെന്ന് ആദർശ് തെറ്റിദ്ധരിക്കുമെന്ന. ആദർശേട്ടൻ അങ്ങനെ ഒരാളല്ല. ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കാൾ കഴിവിനും അധ്വാനത്തിനും വില കൊടുക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ ഇപ്പം നഷ്ടമായതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് നേടിയെടുക്കാൻ ആദർശേട്ടന് സാധിക്കും. അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ കമ്പനിയുടെ വർക്കെല്ലാം കേരളത്തിന് പുറത്തല്ലേ?
അവിടെ നിനക്ക് ജോലിയൊന്നും തന്നിട്ടുമില്ല. അതാ എന്റെ സംശയം. ഇനി നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കോ പുതിയ വർക്കൊന്നും ഏൽപ്പിക്കാത്തത്? എനിക്ക് ആദർശന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷനും പേടിയും ഇല്ല. അതെ, പക്ഷേ നീ ഒന്നോർക്കണം, പ്രശ്നങ്ങൾ വരുമ്പോ ആളുകൾ എപ്പോഴും ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. അമ്മ പേടിക്കാതെ. ഇനി അഥവാ ആദർശേട്ടൻ എന്നെ ഒഴിവാക്കണമെന്നൊരു തീരുമാനം എടുത്താൽ സന്തോഷത്തോടെ അത് ഞാൻ അംഗീകരിക്കും. എനിക്ക് വേണ്ടി സ്വന്തം സഹോദരിയോട് പോലും മത്സരിച്ച ആളാ അദ്ദേഹം. അപ്പോൾ പിന്നെ ആദർശേട്ടൻ്റെയും മീരയുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഞാൻ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അവർക്ക് നല്ലതെങ്കിൽ അതിനും എനിക്ക് മടിയില്ല. നീ വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ സൂരജെ. നിനക്ക് വലുത് മീരയോ ആദർശോ അല്ല, നിന്റെ ഭാവി തന്നെയാ. അത് സുരക്ഷിതമാക്കാൻ മാത്രം നീ ശ്രമിച്ചാൽ മതി. അല്ലാതെ നാട്ടുകാരെ നന്നാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല.